ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി.കെ. രാജഗോപാലാണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ, ഇപ്പോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി ഏതാണ്ട് ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും കൂടെയൊക്കെ വേണ്ടി വരുമല്ലോ. കാര്യം ഒരു ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ ഒരിക്കലും അവർ നനച്ചിരിക്കാത്ത ഒരു പതനം, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർ വിചാരിച്ചതിനേക്കാൾ തിളക്കമാർന്ന വിജയം. സാർ, ഇങ്ങനെ രണ്ട് വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഈ ഒരു സംഗതിയിൽ പരാജയപ്പെട്ടുപോയ ഒരു പാർട്ടി, അതായത് സംഘടനാ ദൗർബല്യം തുറിച്ചു നോക്കുന്ന, അല്ലെങ്കിൽ സംഘടനാ ദൗർബല്യം തന്നെയാണ് കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും, രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യം. സാർ, ഞാൻ അധികം വളച്ചുകെട്ടില്ലാതെ എന്നെ ചോദിക്കാം, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇന്നത്തെ ദാരുണമായ അവസ്ഥ, അതിനെക്കുറിച്ച് അവരുടെ മുതിർന്ന നേതാക്കളോട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒക്കെ തന്നെ പിന്തുടർന്ന് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വേള അത് നന്നാക്കാനായിരിക്കാം, അല്ലെങ്കിൽ അത് തകർന്നു പോയതിലുള്ള സന്തോഷമായിരിക്കാം. അതിൽ ഏതായിരുന്നാലും നമുക്ക് പ്രശ്നമല്ല. അപ്പൊ അവരുടെ മുതിർന്ന നേതാക്കൾ പറയുന്ന ഒരു വാക്ക്, എന്തിന് നാം കൂടുതൽ പറയുന്നു, റഷ്യയിൽ കമ്മ്യൂണിസം തകർന്നു പോയില്ലേ, പിന്നെയല്ലേ കേരളത്തിൽ, ബംഗാളിൽ BJP ഭരണത്തിലേക്ക് വന്നില്ലേ, ഒരു വേള കേരളത്തിലും BJP ഭരണത്തിൽ വന്നുകൂടാ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? സാർ, ഇങ്ങനെ ആത്മവിശ്വാസക്കുറവ് നേരിട്ട് ആ പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങൾ തന്നെ രേഖപ്പെടുത്തുമ്പോൾ, താങ്കളെപ്പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, വളരെയധികം നാളത്തെ നീണ്ട മാധ്യമപ്രവർത്തന രംഗത്തുള്ള ഒരാൾ, ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സാഗൂതം വീക്ഷിക്കുന്ന ഒരാള്, സാറിന് എന്താണ് ഈ പറയുന്ന പാർട്ടിയിൽ അവരുടെ മുൻകാല നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും അടുത്ത് തന്നെ ഈ സംഘടനയ്ക്ക് ഒരു അപജയം ഉണ്ടാകും എന്ന് നമുക്ക് കരുതേണ്ടതുണ്ടോ? അങ്ങനെ തന്നെയാണ് അവരുടെ മുതിർന്ന നേതാക്കന്മാരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ പ്രദർശേ. ഇത് വെറും ഒരു തകർച്ചയല്ല, വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. CPM എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്, അല്ലേ? നമ്മൾ പറയത്തില്ല, ഒരു സ്ഫോടനത്തിൽ തകർന്നതുപോലെ, യുദ്ധമുഖങ്ങളിൽ കാണുന്നത് പോലെ തകർന്ന് തരിപ്പണമായിട്ട് 4 കഷ്ണവും 16 പീസായിട്ടും ചെതറിക്കിടക്കുകയാണ്, അല്ലേ? ഇനി അതിനെ കൂട്ടി യോജിപ്പിക്കണം. അത് ഒരിക്കലും നശിച്ചു പോകരുത്. അത് നശിച്ചു കാണാനായിട്ട് കേരളത്തിലെ സാധാരണക്കാരും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലും അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളുകളില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയായിരുന്നു. ഇത് അധ്വാനി വർഗത്തിന്റെയും തൊഴിലാളികളുടെയും പാർട്ടിയായിരുന്നു. ഇത് അവർക്ക് ആവേശമായിട്ട് വന്ന പാർട്ടിയാണ്. പക്ഷേ ആ പാർട്ടിയില് വലിയ തകർച്ച, ഒരു പക്ഷെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ 140 നിയമസഭാ സീറ്റുകളില് അവർക്കെല്ലാം കൂടെ മുന്നണിക്ക് തന്നെ ആകെ 35 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ചില പാർട്ടികളൊക്കെ വാഷ് ഔട്ട് ചെയ്യപ്പെട്ടു പോയി. അതിനകത്തിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി, ഒരിക്കലും പൊരുത്തപ്പെടാത്ത, നമ്മൾ പറയത്തില്ലേ അവിയെല്ലാം മീൻകട്ട ഇടുന്നത് പോലെയുള്ള ചില പൊരുത്തപ്പെടാത്ത ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അതിനകത്ത് കൊണ്ടുവന്നിട്ടു. അവര് അതിനകത്തിലില്ല, ചിത്രത്തിൽ തന്നെ ഇല്ല. പിന്നെ കേരള കോൺഗ്രസുകള് അവരുടെ വളർച്ചയിലാണല്ലോ അവർക്ക് രാഷ്ട്രീയം കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് ഗണേഷ് കുമാർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന വലിയ നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ മകനും പിന്നെ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി, പാർട്ടി തുടർന്നു, അദ്ദേഹവും പോയി. അങ്ങനെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ തന്നെ അവരുടെ മുന്നണിയിൽ തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. ഇനി CPM-ന്റെ കാര്യമാണ്. CPI-യുടെ കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ, അവർക്ക് ഇപ്പോഴും വലിയ വിശ്വാസമൊന്നും വരുന്നില്ല. ആദ്യം അത് തന്നെ എന്ന് പറയാം. CPI ഉണ്ട്, ഇതിനകത്ത് പ്രധാന ഘടകകക്ഷിയാണ്. അവരും കഴിഞ്ഞ ദിവസം പിന്നെ LDF യോഗങ്ങളും അവരുടെ യോഗങ്ങളിലും ഒക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിനകത്തില് ഈ പാർട്ടിക്ക് വലിയ തകർച്ച ഉണ്ടായത് ചിലരുടെ ഏകാധിപത്യപരമായ പെരുമാറ്റമാണ്. പിന്നെ ഏകാധിപതിയെ പോലെ മുഖ്യമന്ത്രി പ്രവർത്തിച്ചതാണെന്ന്. പക്ഷെ അങ്ങനെ അത് തെളിച്ചു പറയാൻ എപ്പോഴും ധൈര്യമില്ല. അതായത് നമ്മൾ പറയില്ല, മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ല. സായിപ്പിനെ കാണുമ്പോ കവാത്ത് പറക്കുന്ന ഏർപ്പാടാണ്. നാട്ടുകാരോട് വലിയ വീരവാദമൊക്കെ അവർ പറഞ്ഞു കളയും. പക്ഷെ മുമ്പ് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടടിക്കും. അതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവർ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണമെന്ന്. എന്ന് പറഞ്ഞാൽ അത് ആർക്കാ ബോധ്യപ്പെടേണ്ടത്? മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർക്ക് ബോധ്യമുണ്ടെങ്കിലെന്ന്. അതായത് അവർക്ക് ബോധ്യമൊന്നുമില്ല. CPIക്ക് ഇപ്പോഴും ബോധ്യമില്ല. അതാണ് ചങ്കൂറ്റമില്ലായ്മ. വെളിയം ഭാർഗവനും ഒക്കെ നയിച്ച പാർട്ടിയാണെന്ന് ആലോചിക്കണം. ചങ്കൂറ്റമില്ലായ്മയാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഈ ഇടതുപക്ഷ മുന്നണി അതിനെ ശക്തിപ്പെടുത്തി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ CPM ആ വലിയ തകർച്ചയിലേക്ക് പോയത്. വലിയ തകർച്ചയാണ് ഉണ്ടായത്. വലിയ തകർച്ച ഒരിക്കലും
ഒരു കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തകർച്ചയിലേക്ക് അത് പോയി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം, LDFന്റെ ഭരണം പോയതോടുകൂടി, CPM നേതൃത്വത്തിലുള്ള ഭരണം പോയതോടുകൂടി എന്ത് പറ്റി? ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഇല്ലാതായി തീർന്നു. ഇല്ലേ? ഇനിയിപ്പോ ഇന്ത്യയിലില്ലെന്ന് തന്നെയല്ല, ഒരു രാജ്യസഭാ സീറ്റിന്റെ അവസ്ഥ നോക്കുക. കേരളത്തിന്റെ നിയമസഭാ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഒരു രാജ്യസഭയിലേക്ക് ഒരു മെമ്പറെ ജയിപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് 36 MLA ഭൂരിപക്ഷം വേണം. 36 MLA ഉണ്ടെങ്കിൽ ഒരു രാജ്യസഭാ മെമ്പറെ ജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അതിനും സാധ്യമായോ? അതും പോയി. 35 പേരേ ഉള്ളൂ. അപ്പൊ രാജ്യസഭയിലേക്ക് പോലും ഒരു മെമ്പറെ അയക്കാനുള്ള ശേഷി പോലും ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് കാരണം. എന്താണ് ഇതിന് കാരണം? ഇതാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇതാണ് പഠിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ പഠിച്ചു, സംസ്ഥാനത്തിരുന്ന് പഠിച്ചു, സംസ്ഥാന കമ്മിറ്റി പഠിച്ചു, സെക്രട്ടേറിയറ്റ് പഠിച്ചു, LDF പഠിച്ചു, അതിനുശേഷം ഇതാ കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോയും പഠിച്ചു. പോളിറ്റ് ബ്യൂറോയും പഠിച്ച ശേഷം ഇന്നലെ വന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്നലെ പോളിറ്റ് ബ്യൂറോ പഠന ശേഷം വന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല പ്രതി. അങ്ങനെയായിരുന്നു കുറച്ചു പേരുടെ ആക്ഷേപം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ടായിരുന്നു ഒരു രാഷ്ട്രീയം കറങ്ങിയത്. അത് കറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ വരുത്തി വെച്ച വിനയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ PR ഏജൻസി വരുത്തിയ വിനയാണ്. ഇത് മൂന്നാം ഭരണം ഇതാ വരുന്നു, പിണറായി വിജയൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഫ്ലക്സും ബോർഡുമാണ് കേരളം മുഴുവൻ അങ്ങ് നിറഞ്ഞത്. മറ്റൊരു മുന്നണി ഉണ്ടെന്നുള്ള കാര്യമോ ആ മുന്നണിയിൽ കുറച്ച് മന്ത്രിമാരുണ്ടെന്നുള്ള കാര്യമോ CPM-ൽ തന്നെ കുറച്ച് മന്ത്രിമാരുണ്ടെന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രൊജക്ട് ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി? സ്വാഭാവികമായിട്ടും എല്ലാ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന് വരെ കേൾക്കേണ്ടി വന്നു. അപ്പൊ അത് ഇപ്പൊ ഇന്നലെ പോളിറ്റ് ബ്യൂറോ വരെയത്തെ ശേഷം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഉത്തരവാദിയാണെന്നാണ് പറയുന്നത്. അതായത് CPM-ന്റെ പിന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയാണ് പറയുന്നത് പാർട്ടി മൊത്തത്തിൽ ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഇനി ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഞങ്ങൾ തൂത്ത് തുടച്ചു, ഇനിയും നമ്മൾ പുതിയ ഇതിൽ ആരംഭിക്കുന്നതാണ് പറയുന്നത്. തിരുത്തൽ നല്ലതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ കാലം ഉണ്ടാകുന്നതാണ് തിരുത്തലും വിമർശനവും സ്വയം വിമർശനവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്, അത് നല്ലതാണ്. പക്ഷെ ഇവിടെ ആരും തിരുത്തുന്നില്ല എന്നുള്ളതാണ്. തിരുത്തുമെന്ന് പറയും, വിമർശിക്കുമെന്ന് പറയും, സ്വയം വിമർശനം അതൊരു നമ്മൾ പറഞ്ഞില്ല, അത് പാർട്ടിക്കകത്ത് തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ടോന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വലതുപക്ഷ വ്യതിയാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെയൊക്കെ ഇപ്പോഴും പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാണ് മുമ്പ് അയ്യപ്പദാസ് TK ഹംസയുടെ കാര്യം സൂചിപ്പിച്ചതാണ്. TK ഹംസയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ അവർ വളരെ പരിചയസമ്പന്നരാണ്. അദ്ദേഹത്തിന് 88 വയസ്സോ മറ്റോ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് മുതിർന്ന നേതാക്കന്മാര് അവര് പറയുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തുക. ഇതൊരു ലാസ്റ്റ് ബസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഈ പാർട്ടിയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമമാണ് നടക്കുന്നത്. അവർക്ക് അഡ്വൈസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. 88 വയസ്സുണ്ട്, പാർട്ടിയുടെ പിന്നെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകളാണ്. അവർ നല്ല കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. കേരളത്തിന് നല്ല പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു, നല്ല മന്ത്രിയായിട്ട് പ്രവർത്തിച്ചു, സത്യസന്ധനാണ്, നല്ലൊരു മന്ത്രിയായിരുന്നു. അല്ല സാർ, ഹംസ നല്ലൊരു മന്ത്രിയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് അവർ കൊണ്ടുവന്ന ഒരു നല്ല നേതാവാണ് അദ്ദേഹം. പാർട്ടി നൽകിയ സ്ഥാനങ്ങൾ കൃത്യമായി നിർവഹിച്ച ഒരാൾ തന്നെയാണ് ഹംസ. തീർച്ചയായിട്ടും മലപ്പുറത്ത് വണ്ടൂര് മറ്റാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് എനിക്ക് തോന്നുന്നു. അത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൽ നിന്നാണ് മലപ്പുറം ജില്ലയിലേക്ക് അന്ന് കോൺഗ്രസിന് സർവാധിപത്യമുള്ള കാലമാണ്. സ്വാഭാവികമാണ് അതൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ നല്ല വിദ്യാഭ്യാസം, അന്ന് വെളിനാടുകളിലൊക്കെ പോയി നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയത് കൊണ്ട് അദ്ദേഹത്തിന് ആശയപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ് സാർ. സാർ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം സാർ ഇവിടെ കേൾക്കണം. അതായത് സുധാകരൻ എന്ന നേതാവ് പോയതിനെ കുറിച്ച് മുഖ്യധാരാ മാധ്യമത്തിലെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകിയ ഒരു മറുപടി ഇതായിരുന്നു: സുധാകരൻ പറയുമ്പോൾ തിരിച്ച് തർക്കം പറയുന്ന സുധാകരനോട് തർക്കിക്കാനല്ല പോകേണ്ടിയിരുന്നത്, ആ തർക്കത്തിനെ നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിനെ മാറ്റി നിർത്തി പറഞ്ഞ് കൂടെ നിർത്തണമായിരുന്നു എന്ന അർത്ഥം വരത്തക്ക രീതിയിലാണ് അദ്ദേഹം തിരിച്ചു പറഞ്ഞത്. അതാണ് അയ്യപ്പദാസ് ഞാൻ ആദ്യം പറഞ്ഞത്. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കണം. ഒരാൾ പറയും, ഇപ്പൊ അയ്യപ്പദാസ് എന്നെ വിമർശിക്കുകയാണെങ്കിൽ അയ്യപ്പദാസ് പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ അതിന് തിരിച്ചു മറുപടി പറയാനായിട്ട്. അതല്ല അയ്യപ്പദാസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ ചീത്ത പറയാൻ തുടങ്ങിയാലോ? അതല്ലേ സംഭവിച്ചത്. നമ്മുടെ സുധാകരന് എനിക്ക് തോന്നുന്നത് കുറച്ച് ഒരു നല്ല ശതമാനം വോട്ട് കിട്ടാനുള്ള കാരണം മുഖ്യമന്ത്രി അന്ന് ആലപ്പുഴയിൽ അദ്ദേഹത്തിന് നടത്തിയ പരാമർശങ്ങളാണെന്ന് തോന്നുന്നു, അല്ലേ? രാഷ്ട്രീയത്തിലൊക്കെ ചെറ്റത്തരം കാണിക്കരുത്, അങ്ങനെയൊന്നും വിശേഷിപ്പിക്കരുത്. ഒന്നാമത് അദ്ദേഹം നല്ല പ്രായമായ ആളാണ്. അതേപോലെ തന്നെ സുധാകരനും പ്രായമില്ലേ? ഈ പാർട്ടിയിലെ 60 വർഷത്തിലധികം പാർട്ടിയിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആളാണ്. 60 വർഷത്തിലധികം, ഒന്നും രണ്ടും അല്ല. അതാണ് അങ്ങനെ ഒരാള് എന്തുകൊണ്ട് പാർട്ടി വിടാൻ പോകുന്നു, അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നില്ല
എന്നുള്ളത് വരുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തണം. അത് വേണമെന്നാണ് ഹംസ പറഞ്ഞത്. ഹംസയും പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. തീർച്ചയായും സാർ, രണ്ടുപേരെ തീർച്ചയായിട്ടും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. ഹംസയും നല്ല പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. ജി നല്ല സുധാകരനും മന്ത്രിയായിരുന്നു. അതേപോലെ തന്നെ മന്ത്രിയായിരുന്നു. തന്നെ വളരെ സത്യസന്ധനായ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. അപ്പൊ അവർക്കൊക്കെ അറിയാം, അവർക്കൊക്കെ. പക്ഷെ അവർക്ക് വോയിസ് ഇല്ല. അതാണ് ഇപ്പൊ CPM സംഭവിച്ചത്. അവർക്കാർക്കും വോയിസ് ഇല്ല. അവരുടെ ഉപദേശങ്ങളൊന്നും ആരും കേൾക്കുന്നില്ല. ഇപ്പൊ ഉപദേശിക്കുന്നതിനായിട്ട് കുറച്ച് ഉപദേശക വൃന്ദങ്ങൾ ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. അവര് സ്വന്തം കാര്യം സാർ അവിടെ സാറ് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇതിന്റെ ഒരു ചുരുക്കത്തിലേക്ക് പോകുമ്പോൾ ഈ പാർട്ടിയിലെ ഈ സുഖലോലുപരായ ഒരു വിഭാഗം എന്താണ് ഈ സംഘടന, എന്താണ് ഈ സംഘടന എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു മൂല്യം, പ്രത്യശാസ്ത്രം ഇതൊന്നും മനസ്സിലാക്കാതെ വെറും ഒരു കച്ചവടമായി. ഇപ്പൊ സാറ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ PR. സാർ, ആ ചതിക്കുഴിയിൽ ഈ മുഖ്യമന്ത്രി വീഴുകയായിരുന്നില്ലേ? പിന്നെ ഈ ചതിക്കുഴിയിൽ നിന്ന് വീണ ഈ മുഖ്യമന്ത്രിയെ എന്തിന് ഇനിയും പ്രതിപക്ഷ നേതാവായി ഇവർ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കണം? ഇങ്ങനെ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് കൂടെ മറുപടി സാർ നൽകിക്കൊണ്ട്, അതുപോലെ കണ്ണൂർ പോലൊരു സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ അദ്ദേഹം അറിയാതെ പിന്നെ ഈ പറയുന്ന ഗോവിന്ദൻ എന്ന് പറയുന്ന അവിടെ ഇപ്പോ ജയിച്ചിരിക്കുന്ന തളിപ്പറമ്പിൽ ജയിച്ചിരിക്കുന്ന ഗോവിന്ദനും പയ്യന്നൂരിൽ ജയിച്ചിരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ മാഷും ഇവരൊക്കെ പാർട്ടിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ല? മുഖ്യമന്ത്രി സ്വയം വിമർശനത്തെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഈ പറയുന്ന പോലെ തന്റെ പിന്നെ ഒരു പാർട്ടിക്കകത്ത് ഇങ്ങനെ വ്യക്തിപൂജ പാടില്ല എന്ന് VS-നെ എതിർത്ത മുഖ്യമന്ത്രി തന്റെ പേരിൽ ഇങ്ങനെ ഒരു വ്യക്തിപൂജ നടത്തപ്പെടുമ്പോൾ അങ്ങനെ അങ്ങ് സുഖിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിയാതെ നാം ചോദിച്ചു പോവുകയാണ്. ഇതിനൊക്കെ കൂടി ഒരു ചുരുക്കെടുത്ത് ഒന്ന് സാറ് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിരവധി വിമർശനങ്ങൾ പറയേണ്ടി വരും. ഈ ദിവസേ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നിന്ന് ഈ വാഴ്ത്തുപാട്ടുകാര് നമ്മുടെ ചെവിയുടെ ഫ്രീക്വൻസിക്ക് മുകളിൽ നിന്നുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ സ്വന്തം കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടി പാടിക്കൊണ്ടിരിക്കുകയാണ്. പാടുമ്പോഴ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അത് തിരിച്ചറിയണമായിരുന്നു. എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ പുകഴ്ത്തുന്നത് എന്നുള്ളത് തിരിച്ചറിയണമായിരുന്നു. അത് തിരിച്ചറിയാൻ പറ്റാതെ പോയതാണ്. 2-3 ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇപ്പൊ കണ്ണൂരിലെ സംഭവങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എപ്പോഴാണ് ലീഡ് പൊസിഷനിലേക്ക് വരാൻ തുടങ്ങിയത്? എത്ര റൗണ്ട് കഴിഞ്ഞപ്പോഴാണ്? തീർച്ചയായിട്ടും 5 റൗണ്ട് ഓട്ടെണ്ണി കഴിഞ്ഞു. 5 റൗണ്ടിലും അദ്ദേഹം പുറകിലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം വീടിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അദ്ദേഹം പുറകിലായിരുന്നു. പാർട്ടി ഗ്രാമങ്ങൾ ഒലിച്ചു പോവുകയാണ്. പാർട്ടി ഗ്രാമങ്ങള് നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് അഗ്നിപർവ്വതം പൊട്ടി കൊഴുമ്പോ ലാവ ഒഴുക്കിക്കൊണ്ട് പോകുന്നത് പോലെ പാർട്ടി ഗ്രാമങ്ങളെല്ലാം കരിഞ്ഞു ഒഴുകി പോവുകയാണ്. 6-ാം റൗണ്ടിലാണ് മുഖ്യമന്ത്രി പോലും മുമ്പിലായത്. അപ്പൊ തന്നെ പിന്നെ പയ്യന്നൂരെയും തളിപ്പറമ്പിലെയും കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാ ബോധ്യമുണ്ടായില്ല? അതാണ് ഒരു റീസൺ. ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. BJP ധർമ്മടം മണ്ഡലത്തിൽ വെച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. ഓർക്കുന്നുണ്ടാകും. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏതാണ്ട് 5000-ഓളം പരാതികളാണ് അവർക്ക് അവിടെ കിട്ടിയത്. അത് BJPക്കാരുടെ പരാതിയല്ല, ആ ധർമ്മടം മണ്ഡലത്തിലെ പിന്നെ നാട്ടുകാരുടെ പരാതിയാണ് കിട്ടിയത്. പരിഹരിക്കപ്പെടുന്നില്ല. അവര് വളരെ സംഘടന അവർ പറയുന്നുണ്ട് ഞങ്ങള് CPM-കാരാണ്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണെന്ന് ഓർക്കണം, അദ്ദേഹമാണ് അവിടുത്തെ MLA എന്ന് ഓർക്കണം. അന്നേ ആ പൾസ് മനസ്സിലാക്കണമായിരുന്നു, അല്ലേ? പക്ഷെ അതൊന്നും കേൾക്കാൻ ആരും തയ്യാറല്ല. ആരും